ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം വേരിയൻ്റ് ആൻഡ് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. അപ്പോൾ ടൈം ഇൻവേരിയൻറ്റ് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻപുട്ടിൽ എന്തെങ്കിലും ഒരു ടൈം ഡിലേ കൊടുത്തു കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ടിലും അതേപോലെ റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ എന്ത് പറയാം, അത് ടൈം ഇൻവേരിയൻറ്റ് ആണെന്ന് പറയാം. നമുക്കിതൊരു പ്രോബ്ലം നോക്കാം. y ഓഫ് ടി സിക്കൽ ടു ടി ഇൻറ്റു എക്സ് ഓഫ് ടി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇൻപുട്ടിൽ നമ്മളൊരു ക്യാപിറ്റൽ ടി സെക്കൻഡ് അവിടെ ഡിലേ കൊടുക്കാം. നമുക്കവിടെ എന്ത് വരും, y ഓഫ് ടി കോമ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടിലാണ് നമ്മളിപ്പോൾ ഡിലേ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇൻപുട്ടിൽ ഡിലേ കൊടുക്കുമ്പോൾ എക്സ് ഓഫ് ടിക്ക് പകരം അവിടെ എന്ത് വരും, ആ ഡിലേഡ് സിഗ്നൽ അവിടെ വരും. സോ അവിടെ ടി ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി നമ്മളവിടെ വന്നു. ഇനി നമ്മളിപ്പോൾ ഇൻപുട്ടിൽ ഡിലേ കൊടുത്ത പോലെ നമുക്ക് അവിടെ ഔട്ട്പുട്ടിലും ഡിലേ കൊടുത്ത് നോക്കി വെക്കാം. അപ്പോൾ ഔട്ട്പുട്ട് ഈസ് ഡിലേഡ് ബൈ ടി എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇവിടെ y ഓഫ് ടിക്ക് പകരം പോലെ ടി മൈനസ് ടി എന്ന് വരും. അപ്പോൾ അവിടെ y ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടി ഉള്ളിടത്തൊക്കെ അവിടെ എന്താണ് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഡിലേ കൊടുക്കുമ്പോൾ എന്ത് വരും, ടി മൈനസ് ക്യാപിറ്റൽ ടി y ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി എന്ന് വരും. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് പറയാം, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് അവിടെ ടൈം ഇൻവേരിയൻറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ പക്ഷേ നമുക്ക് എന്താണ്, ഇത് രണ്ടും ഈക്വൽ അല്ല. അതായത് y ഓഫ് ടി കോമ ക്യാപിറ്റൽ ടി നോട്ട് ഈക്വൽ ടു y ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ സിസ്റ്റം എന്ന് പറയുന്നത് ടൈം വേരിയൻറ്റ് ആണെന്ന് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. y ഓഫ് ടി സിക്കൽ ടു ഇ റേസ് ടു എക്സ് ഓഫ് ടി ആണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇൻപുട്ടിനെ നമ്മളവിടെ ഡിലേ കൊടുക്കുക. അപ്പോൾ ഇൻപുട്ട് ഡിലേ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് അവിടെ എഴുതിയിട്ടുള്ളത് y ഓഫ് ടി കോമ ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ടി ഉള്ളിടത്ത് നമുക്ക് എന്ത് കൊടുക്കാം, അവിടെ ടി മൈനസ് ടി എന്ന് വരും. അതായത് ഇൻപുട്ട് നമ്മൾ ഡിലേ കൊടുത്തപ്പോൾ എക്സ് ഓഫ് ടി എന്നുള്ളത് എക്സ് ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി എന്നായി. അപ്പോൾ നമുക്ക് y ഓഫ് ടി കോമ ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി നമുക്കവിടെ വന്നു. അപ്പോൾ ഇൻപുട്ടിൽ നമ്മൾ ഡിലേ കൊടുത്തു. ഇനി അതേപോലെ നമുക്കവിടെ ഔട്ട്പുട്ടിൽ ഡിലേ കൊടുത്ത് വെക്കാം. അപ്പോൾ ഔട്ട്പുട്ടിൽ ഡിലേ കൊടുക്കാന്ന് പറയുമ്പോൾ y ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി വരും. അപ്പോൾ അവിടെ ടി ഉള്ളിടത്തൊക്കെ അവിടെ ക്യാപിറ്റൽ ടി, അത് ടി മൈനസ് ക്യാപിറ്റൽ ടി ആക്കി മാറ്റണം. അപ്പോൾ നമുക്കവിടെ എന്ത് വരും, y ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെയാണ് ടി ഉള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഷിഫ്റ്റ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് വരും, ഇ റേസ് ടു എക്സ് ടി മൈനസ് ക്യാപിറ്റൽ ടി എന്ന് വരും. ഇനി നമ്മളിവിടെ രണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇൻപുട്ടിൽ ഡിലേ കൊടുത്തപ്പോഴും അതുപോലെ ഔട്ട്പുട്ടിലും സെയിം ഡിലേ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിട്ട് നമുക്ക് അവിടെ കിട്ടി. അതായത് y ഓഫ് ടി കോമ ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു y ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി. അപ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം, ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് ഈക്വൽ ആയതുകൊണ്ട് ഇൻവേരിയൻറ്റ് ആണെന്ന് പറയാം. അതായത് ടൈം ഇൻവേരിയൻറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. y ഓഫ് n ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് n പ്ലസ് n ഇൻറ്റു എക്സ് ഓഫ് n മൈനസ് 1. നമ്മളിത് ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം ഇൻപുട്ടിന് നമ്മളവിടെ ഡിലേ കൊടുക്കാം. അപ്പോൾ ആ സമയത്തുള്ള ഔട്ട്പുട്ട് നമുക്ക് y ഓഫ് n കോമ k എന്നത് വിളിക്കാം. അപ്പോൾ ഇവിടെ ഇൻപുട്ടിൽ നമ്മൾ ഡിലേ കൊടുക്കുമ്പോൾ ഇവിടെ ഇൻപുട്ടിൻ്റെ ടേംസ് എക്സ് ഓഫ് എന്നും അതുപോലെ എക്സ് ഓഫ് n മൈനസ് 1 ആണ് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളവിടെ ഡിലേ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിലേ കൊടുക്കുമ്പോൾ എന്താവും, എക്സ് ഓഫ് n മൈനസ് കെ പ്ലസ് n ഇൻറ്റു ഇത് ഇൻപുട്ടിൽ ഡിലേ കൊടുക്കുമ്പോൾ എക്സ് ഓഫ് n മൈനസ് കെ മൈനസ് 1 വരും. അപ്പോൾ ഇനി നമ്മൾ ഇൻപുട്ടിൽ ഡിലേ കൊടുത്ത പോലെ ഇനി ഔട്ട്പുട്ടിൽ നമുക്കവിടെ ഡിലേ കൊടുത്ത് നോക്കാം. അപ്പോൾ അവിടെ എങ്ങനെ ചെയ്താൽ, ഇവിടെ y ഓഫ് n പകരം നമ്മളുടെ n മൈനസ് കെ എന്ന് എഴുതും. അപ്പോൾ y ഓഫ് n മൈനസ് കെ ഇസ് ഈക്വൽ ടു, ഇവിടെ n വരുന്നിടത്തൊക്കെ നമ്മളുടെ n മൈനസ് കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഔട്ട്പുട്ടിൽ അങ്ങനെ ഡിലേ കൊടുക്കുമ്പോൾ. അപ്പോൾ y ഓഫ് n മൈനസ് കെ ഇസ് ഈക്വൽ ടു, ഇവിടെ n ഉള്ളിടത്തൊക്കെ n മൈനസ് കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അവിടെ എക്സ് ഓഫ് n മൈനസ് കെ പ്ലസ് ഇവിടെ n ഉണ്ട്, അവിടെ n മൈനസ് കെ ഇൻറ്റു എക്സ് ഓഫ് n മൈനസ് കെ മൈനസ് 1 വരും. ഇത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, y ഓഫ് n കോമ k എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു y ഓഫ് n മൈനസ് കെ എന്ന് പറയാം. അതായത് ഇൻപുട്ടിൽ ഡിലേ കൊടുത്തപ്പോൾ അതേപോലെ തന്നെ ഔട്ട്പുട്ടിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. സോ ആ സിസ്റ്റം എന്ന് പറയുന്നത് ടൈം വേരിയൻ്റ് ആണെന്ന് പറയാം.